ഹായ്, ജേഷീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇതെൻ്റെ പുതിയ ചാനലാണ്. ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ ചെയ്യുന്ന ക്രോഷ്യ വർക്കുകൾ, ബോട്ടിൽ ആർട്ട്, ഗാർഡനിങ് ആൻഡ് ചെറുതായിട്ട് കുക്കിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ക്രോഷ്യ വർക്കുകൾ. കണ്ടോ, ഇത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ക്രോഷ്യ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ആണ് ക്രോഷ്യ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒരു ഷോള് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രയാങ്കിൾ ഷോളാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഈ യാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു 1000 മീറ്റർ വരും. യാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. യാണ് ഫ്ലവേഴ്സിൻ്റെ യാണ്. ഇതൊക്കെ വെച്ചിട്ട് ഷോളുകളും എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാതെ സ്വെറ്ററും, കാർഡിഗൻ, ടേബിൾ റണ്ണർ, പിന്നെ പോഞ്ചോ, ഇതെല്ലാം ഹാറ്റ്, ഇതെല്ലാം ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അതിനൊക്കെ യൂസ് ചെയ്യുന്ന യാൺസാണ് ഇതൊക്കെ. പിന്നെ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യും. ഇതുണ്ടോ, ക്ലേയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ചെറിയൊരു ബോട്ടിലിൻ്റെ മുകളിൽ ഒരു ഫെയറി ഹൗസ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നന്നായി അങ്ങനെ ചെയ്തെടുത്തൊരു ബോട്ടിലാണ്. അതുപോലെ ക്ലേയിൽ ചെയ്ത വേറൊരു വർക്കാണ്. അല്ലേ, ഒരു ബോട്ടിൽ. ഇത് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതിൽ എടുത്ത് വയ്ക്കാവുന്ന അതാണ്. വൈനോ സ്ക്വാഷോ എന്താണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയിലേ കാണാൻ, നല്ല ഇഷ്ടമായി ചെയ്ത്. പിന്നെ ഇതിൻ്റെ ബോട്ടിൽ ഇത് ഡെക്കോപേഷ ആർട്ട് എന്ന് പറയും. ഇതാണ് നല്ല രസമായിട്ട് നമുക്ക് ഒഴിഞ്ഞെടുക്കുന്ന ബോട്ടിലൊക്കെ എടുത്ത് ഏത് ബോട്ടിലും വേണമെങ്കിൽ ചെയ്യാം. ഈവൻ കോഫി പൗഡറിൻ്റെ ബോട്ടിലോ ഏത് ബോട്ടിലും ചെയ്യാം. ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്യുന്ന വർക്കുകളാണ്. ഇത് കണ്ടോ, ഭംഗിയിൽ കാണാൻ. ഫ്ലവർ നോക്കൂ, അങ്ങനെ ചെയ്യാം. പെയിൻറ്റിങ് ചെയ്യാം ബോട്ടിൽ. ഇത് പെയിൻ്റാണ്, പെയിൻറ്റിങ് ചെയ്താണ്. ഇങ്ങനെ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ നമുക്ക് അറിയാവുന്ന വർക്കുകളൊക്കെ ചെയ്ത് നല്ല സന്തോഷമായിട്ടിരിക്കാം. പിന്നെ എല്ലാ വീട്ടിലും ഒരു ആളെങ്കിലും അതിൽ എൻഗേജ്ഡ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഗാർഡനിങ് അല്ലേ. ഒരു വീട്ടിലെ പാരൻസോ അല്ലെങ്കിൽ കുട്ടികളോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ നല്ല താല്പര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഗാർഡനിങ് ചെയ്യും അല്ലേ. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ. ഔട്ട്ഡോർ നല്ല ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഏത് വീട്ടിൽ പോയാലും എവിടെ ചെന്നാലും ഒരു നല്ല ഭംഗിയുള്ള ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ, പൂവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് എങ്ങനെയും നമ്മളത് കളക്ട് ചെയ്യാൻ നോക്കില്ല. അവരുടെ അടുത്ത് ചോദിച്ചൊരു കമ്പെങ്കിലും കൊണ്ടുവരാത്ത ആരുമില്ല. എല്ലാ വീട്ടിലെയും ഒരാളെങ്കിലും അങ്ങനെ ചെയ്യും. അപ്പോൾ ഗാർഡനിങ്, പിന്നെ കുറേശ്ശെ കുക്കിങ്ങൊക്കെ അത് ഇടയ്ക്കുണ്ടാവും എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വഴിയെ എല്ലാം ഞാൻ ചെയ്യുന്ന ഒരേ വർക്കുകളായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാം ഓക്കെ അല്ലേ? റെഡി?